به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിടവാങ്ങി. അൽഹംദുലില്ലാഹ്, റമദാൻ 30 ദിവസം അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി. റമദാനിന്റെ പകലിൽ വ്രതമനുഷ്ഠിക്കാനും നോമനുഷ്ഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും സദഖകൾ കൊടുക്കാനും പോലുള്ള സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ റമദാനിന്റെ രാത്രികൾ ഖിയാമുൽ ലൈൽ കൊണ്ട് ജീവിപ്പിക്കാൻ, ഖുർആൻ പാരായണം കൊണ്ട് ജീവിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. റമദാനിന്റെ അവസാനത്തെ പത്തുകളിൽ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് മാറിയിരിക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നൽകിയ വലിയ തൗഫീഖാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ളവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു അവസരം ഉണ്ടാക്കി കൊടുക്കും. റമദാൻ എന്നതൊരു അവസരമാണ്. ആ റമദാനിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന മറ്റൊരു അവസരവും കൂടിയാണ്. റമദാനിൽ ഒരുപാട് പേര് ഹാജരായിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും റമദാനിൽ സാക്ഷികളായവരാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ട കാര്യമാണ്. റമദാൻ 30 ദിനരാത്രങ്ങളിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. ഇനിയൊന്ന് മാറി ആലോചിച്ചു നോക്കുക. റമദാനിന്റെ പകലുകളെയും റമദാനിന്റെ രാത്രികളെയും ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന്. റമദാനിന്റെ രാപ്പകലുകൾ നാം അല്ലാഹുവിന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. അല്ലാഹ്, നിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കും, ഞാനിതാ ജീവിച്ച് തെളിയിച്ച് കാണിച്ചു തരുന്നു എന്ന്. അതേപോലെ തന്നെ നാം നമ്മുടെ നഫ്സിനെയും ബോധിപ്പിക്കുകയായിരുന്നു. അവകൾക്കനുസരിച്ച് തന്നിഷ്ടം പ്രവർത്തിക്കുന്നവർ ഒരു മാസക്കാലം നഫ്സിനെ പിടിച്ചു വെച്ചു. നഫ്സിനോട് പറയാൻ, നഫ്സിനെ ബോധിപ്പിക്കാൻ നിനക്ക് സാധിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹ് വേണ്ട എന്ന് പറഞ്ഞത് വേണ്ട എന്ന് വെക്കാൻ
അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നഫ്സേ നിനക്ക് സാധിക്കുമെന്നും നഫ്സിനെയും കൂടി പഠിപ്പിക്കുകയാണ് റമദാനിന്റെ ഇന്ന് രാത്രികളിൽ നാം ചെയ്തത്. പ്രിയമുള്ളവരെ, ഇനി നാം ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ നാം നേടിയെടുത്ത ഊർജം. റമദാനിന്റെ ആദ്യ ദിനങ്ങളിൽ പണ്ഡിതന്മാർ, ക്ലാസ് എടുക്കുന്നവർ, ഖതീബുമാർ മിമ്പറുകളിലെല്ലാം പറഞ്ഞ ഓതി വെച്ചൊരു ആയത്ത് അതെപ്പോഴും നാം ഓർക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ ഈമാനുള്ളവരെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. പ്രിയമുള്ളവരെ, റമദാനിൽ നിന്ന് വിട പറഞ്ഞ് ശൗവാലിൽ കയറി നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം, ഞാനൊരു തഖ്വയുള്ളവനായോ? ഞാൻ മുത്തഖിയായോ? റമദാനിന്റെ കിട്ടിയ ഊർജം എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും സ്വന്തം വിലയിരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയാൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, എന്റെ റബ്ബ് അല്ലാഹു ആണ്, എന്റെ ആരാധനകൾ മുഴുവൻ എന്റെ റബ്ബിനാണ്, എന്റെ റബ്ബിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഞാൻ ജീവിക്കൂ, ദീനനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന് പ്രഖ്യാപിച്ചവർ, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, ഈമാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ, അതിനൊരുങ്ങിയവർ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തോടുകൂടി അതിനെ കൊണ്ടുപോയവർ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മുവഹിദായത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവർ, മുവഹിദാവുകയും മുത്തബിയാവുകയും ചെയ്തവർ, ഈമാൻ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്തവർ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമു, എന്നിട്ട് ആ അഖീദയിൽ ആ മൻഹജിൽ ഉറച്ചു നിന്നവർ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചവർ, ഇഖ്ലാസോടുകൂടി സാലിഹായ അമലുകൾ ചെയ്തവർ, തൗഹീദ് മുറുകെ പിടിച്ചതിനു ശേഷം സുന്നത്തനുസരിച്ച് ജീവിച്ചവർ, അത്തരക്കാരെ സംബന്ധിച്ച് അല്ലാഹു പറയാൻ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിൽ മലക്കുകൾ ഇറങ്ങും, അവരുടെ അടുക്കലേക്ക് മലക്കുകൾ വരും. മുഫസ്സിറുകൾ എഴുതി, മരിക്കുന്ന സമയത്ത് വരും, ഖബറിൽ വരും, നാളെ പരലോകത്തും വരും. മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയും, അല്ലാ തഹാഫു വലാ തഹ്സനു, നിങ്ങൾ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, വലാ തഹ്സനു, കഴിഞ്ഞു പോയത് ഓർത്തിട്ട് ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട, നിങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് പറഞ്ഞ സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയുക എന്ന്. പ്രിയമുള്ളവരെ, ഈ സന്തോഷ വാർത്ത കേൾക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തണം. റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് നാം പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. അത്തരക്കാർക്കാണ് മുത്തഖി എന്ന് പറയുക. മുത്തഖികൾക്ക് മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ, അല്ലാഹു പറയാൻ, തീർച്ചയായും മുത്തഖികൾ, തഖ്വയുള്ളവർ, അവർ ഫീ ജന്നാതിൻ, തോട്ടങ്ങളിലാണ്, സ്വർഗ്ഗത്തോപ്പുകളിലാണ്, വഉയൂൻ, അരുവികളിലുമാണ്, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിലാണ് അവർ ഉണ്ടാവുക എന്ന്. എന്താണ് കാര്യം? അവർക്ക് അവരുടെ റബ്ബ് നൽകിയത്, അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചവരായി അവർ സ്വർഗ്ഗത്തോപ്പുകളിൽ സന്തോഷത്തിലായി കഴിഞ്ഞുകൂടുന്നവരാണ്. എന്താണ് കാര്യം? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, സ്വർഗ്ഗത്തിലേക്ക് വരുന്നതിന് മുമ്പ്, മരണപ്പെടുന്നതിന് മുമ്പ് അവർ മുഹ്സിനുകളായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു. മരിക്കുന്നതിന്റെ മുമ്പ് മുഹ്സിനായാൽ മാത്രമേ, തഖ്വയുള്ളവനായാൽ മാത്രമേ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റമദാനിൽ നേടിയെടുത്ത തഖ്വ അതിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അങ്ങനെ മെച്ചപ്പെടുത്തിയത്, ഇന്നഹും, തീർച്ചയായും ഈ കൂട്ടർ
കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, മുമ്പവർ നല്ലവരായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ വകാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്ന്. അതേ പ്രിയമുള്ളവരെ, റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അല്പം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. രാവും പകലും ഇഅ്തികാഫിലായിരുന്നു, രാത്രി നിസ്കാരത്തിലായിരുന്നു, ഖുർആൻ പാരായണത്തിലായിരുന്നു, ദുആയിലായിരുന്നു, പോലുള്ള സൽപ്രവർത്തനങ്ങളിലായിരുന്നു. മുഅ്മിനീങ്ങളുടെ വിശേഷണമാണത്. രാത്രി അവർ അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ എന്ന്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്തായ സമയങ്ങളിൽ എഴുന്നേറ്റവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരുന്നു. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇൽ വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അർഹതപ്പെട്ടവർക്കും അവകാശമുണ്ട്. അവർ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്യുന്നവരായിരുന്നു, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നവരായിരുന്നു, സകാത്തിന്റെ അർഹതപ്പെട്ടവർക്ക് സകാത്ത് കൊടുക്കുന്നവരായിരുന്നു, സ്വതക്കൾക്ക് അവകാശപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു അവർ മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ മുമ്പ് നന്മ ചെയ്യുന്നവരായിരുന്നു. ആ നന്മ അല്ലാഹു എടുത്തു പറയാം. രാത്രി അല്പം മാത്രം ഉറങ്ങുന്നവരായിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരുന്നു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം വ്യയം ചെയ്യുന്നവരായിരുന്നു എന്നൊക്കെ അല്ലാഹു എടുത്തു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചും ഇതേ വർത്തമാനം അല്ലാഹു നാളെ പറയണം. കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, നാം നന്മ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു എന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് വിശാലമായ സ്വർഗ്ഗം കിട്ടുകയുള്ളൂ. സ്വർഗ്ഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അത് മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ് എന്നാണ്, മുത്തഖികൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടത് എന്നാണ്. മുത്തഖിയല്ലാത്ത ആരും തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മുത്തഖിയുടേതല്ലാത്ത അമൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്നും മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു മാസത്തിന്റെ ആളാവരുത്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ ലാ തകുൻ റമദാനിയൻ, നീ റമദാനിയാകരുത്, റമദാനിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളാകരുത്. കുൻ റബ്ബാനിയൻ, മസ്നി റബ്ബിന്റെ ആളാകണം, എന്നും അല്ലാഹുവിന്റെ റബ്ബിന്റെ ഇബാദത്ത് ചെയ്യുന്ന ആളാകണം എന്ന്. റമദാനിൽ നേടിയെടുത്ത ആ അനുഗ്രഹങ്ങളെ മരണം വരെ കൊണ്ടു നടക്കാൻ, റമദാനിൽ നേടിയെടുത്ത തഖ്വയെ, ഖിയാമുൽ ലൈലിയെ, സദഖ കൊടുക്കലിനെ, ഖുർആൻ പാരായണം ചെയ്യലിനെ, ദുആ ചെയ്യലിനെ പോലുള്ള സൽക്കർമ്മങ്ങളെ മരണം വരെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാം പരാജയത്തിൽപ്പെട്ടു പോകും, നാം തോറ്റവരിൽപ്പെട്ടു പോകും. അവസാനത്തിലാണ് നാം നന്നാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക, പരിഗണിക്കപ്പെടുക അവസാനം നോക്കിയിട്ടാണ്. മരിക്കുന്ന നേരത്തോൻ എങ്ങനെയാന്ന് നോക്കിയിട്ടാണ്. ഏതവസ്ഥയിലാണ് മരിക്കുക എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ നിത്യം തഖ്വയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് കാലം സൽക്കർമ്മങ്ങൾ ചെയ്ത് മരിക്കുന്ന നേരത്ത് ദുഷ്കർമ്മിയായി മരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉണ്ട്. ഒരു വ്യക്തി ശത്രുക്കൾക്കെതിരെ ശക്തമായി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം അവസാനിച്ചതിന് ശേഷം സഹാബാക്കളെല്ലാം ടെന്റിലേക്ക് മാറി നിന്നു. ശത്രുക്കളും ടെന്റിലേക്ക് മാറിപ്പോയി. അതിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഓരോ ശത്രുവിനെയും വെട്ടിവീഴ്ത്തുന്ന സഹാബാക്കളെ കാണുകയാണ്. ധീരമായി പോരാടുന്ന ഒരു സഹാബിയെ കണ്ടു. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകനെ നോക്ക്, ആ വ്യക്തി പോരാടുന്നത് പോലെ, ആ വ്യക്തി യുദ്ധം ചെയ്യുന്നത് പോലെ ആരും യുദ്ധം ചെയ്യുന്നില്ല, ഒരു ശത്രുവിനെയും വെറുതെ വിടുന്നില്ല. എന്തൊരു ധീരമായാണ് അവർ ജിഹാദ് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നരകത്തിന്റെ അവകാശിയാണ്. സഹാബാക്കൾ ഞെട്ടിപ്പോയി, പ്രവാചകരെ, ഇത്രമാത്രം അമലുകൾ ചെയ്ത് ജിഹാദിൽ യുദ്ധരണാങ്കണത്തിൽ ശത്രുക്കൾക്കെതിരെ ധീരമായി പോരാടുന്നവൻ നരകത്തിന്റെ ആളോ? അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നു, അയാൾ ആരാണെന്ന് ഞാൻ നോക്കും. അങ്ങനെ ഈ വ്യക്തിയുടെ പിന്നാലെ ആ സഹാബി പോയി. പിന്നാലെ പോയപ്പോൾ കണ്ടത് അദ്ദേഹം ശത്രുക്കളെല്ലാം വെട്ടുന്നതിനിടയിൽ ഒരു ശത്രുവിൽ നിന്നുമായിട്ട് തിരിച്ചു വെട്ടേറ്റു. ആ വെട്ടേറ്റ വേദന സഹിക്കാനാകാതെ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ വാള് കുത്തിപ്പിടിച്ചു, നെഞ്ചിന്റെ മേൽ വാള് കുത്തിക്കയറ്റി അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു. ഉടനെ തന്നെ ആ സഹാബി ഓടി വന്നു, പ്രവാചകരെ, അന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. റസൂൽ എന്താ കാര്യം? അന്ന് പറഞ്ഞു പോലെ നടന്നു, ഇതാണ് സംഭവം, അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു. റസൂൽ നേരത്തെ ഇയാൾ നരകത്തിന്റെ ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അറിയണം, ഒരു വ്യക്തി ഇന്ന റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാർ അമൽ ചെയ്യും,
സ്വർഗ്ഗക്കാർ ചെയ്യുന്ന അമൽ ചെയ്യും. ഫീമാ യബ്ദുനിന്ന, ജനങ്ങൾ കാണത്തക്കെ. ജനങ്ങൾ കാണുമ്പോൾ അയാൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വർഗ്ഗത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന അമലുകളാണ്. വഇന്നഹു ലമിനന്നാർ, എന്നാൽ അയാൾ നരകത്തിന്റെ അവകാശിയായിരിക്കും. മരിക്കാൻ നേരത്ത് അയാൾ നരകത്തിന്റെ അമൽ ചെയ്ത് നരകത്തിലേക്ക് പോകും. സ്വർഗ്ഗത്തിന്റെ അമൽ ചെയ്തു എന്ന് നമ്മളൊക്കെ പറയുന്ന അമൽ ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്ത അമൽ മാത്രമായിരുന്നു. ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല, ഈമാൻ ഉണ്ടായിരുന്നില്ല, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, വെറുതെ ചെയ്തതായിരുന്നു. അവസാനം നരകക്കാരുടെ അമൽ ചെയ്ത് അവൻ നരകത്തിലേക്ക് പോകും. വേറൊരു വ്യക്തി നരകക്കാരുടെ അമൽ ചെയ്യും, നരകക്കാർ ചെയ്യുന്ന അമലുകളെല്ലാം ചെയ്യും. ജനങ്ങൾ കാണത്തക്കെ. ജനങ്ങൾ കാണുമ്പോൾ അയാൾ നരകത്തിന്റെ അവകാശിയായിരിക്കും. നരകത്തിന്റെ അവകാശി എല്ലാവരും പറയും നരകത്തിന്റെ ആളാണ്, നരകത്തിൽ പോകുന്ന ആളാന്ന് പറയും. എന്നാൽ അവൻ സ്വർഗ്ഗത്തിന്റെ ആളിൽപ്പെട്ട ആളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവൻ ഇഖ്ലാസുള്ള ആളായിരിക്കും, മുവഹിദായിരിക്കും. അവൻ ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടാകാം, അവൻ ചെയ്ത പാപങ്ങളിൽ അവൻ തൗബ ചെയ്തിട്ടുണ്ടാകാം. നമുക്കറിയുകയില്ല. നമ്മൾ കാണുന്നത് പ്രകടമായിട്ട് അയാളിങ്ങനെയാണ്, നമ്മൾ പ്രകടമായിട്ടാണ് വിലയിരുത്തുക. എന്നാൽ അയാൾ സ്വർഗ്ഗത്തിന്റെ ആളായിട്ടുണ്ടാകും. ആരെയും വിലയിരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. ഓരോരുത്തരും അവരറിയുന്ന കാര്യങ്ങളാണ് സംസാരിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ അയാൾ എങ്ങനെയെന്ന് നമുക്ക് അറിയുകയില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെയാണ് വിചാരണ ചെയ്യേണ്ടത്. ഞാൻ ഓർത്തു പോകുന്നത്, ഇന്ന് കൊല്ലപ്പെട്ട ഒരു വ്യക്തി, ആരിഫ് എന്ന് പറയുന്ന വ്യക്തി, എല്ലാവർക്കിടയിലും അദ്ദേഹം ഒരു റൗഡിയായിട്ടാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ നമ്മുടെ കോളേജിൽ നിന്നും ഹാഫിദായതാണ്. അവന്റെ ആലിഫ് കോഴ്സ് 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ആ മോനെ കാണിച്ചിട്ട് അദ്ദേഹം എന്നോട് എപ്പോഴും പറയാറുണ്ട്, സദേ എന്റെ ആശ്രമമാണ് ഈ മോൻ, എന്റെ ആശ്രമമാണ് ഈ മോൻ. എന്റെ ചെറിയ മോനും കൂടി ഉണ്ട്. ആ മോനെ ഇവിടെ ഹിഫ്ദിൽ ചേർക്കും, ഹാഫിദാക്കും, ആലിമാക്കും. അദ്ദേഹം പറയും, എന്റെ മോൻ പറയാണ് ഉസ്താദേ. ഞാൻ പറഞ്ഞു ഹുത്ബ പറഞ്ഞിട്ട് ആലിമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെടുക്ക പള്ളിയിൽ അവനെ ഹത്തീമാക്കണം. നിങ്ങൾ പറയണം എന്റെ മോനാണ് ഈ ഹുത്ബ പറഞ്ഞതെന്ന് പറയണം. ഉസ്താദ് ദുആ ചെയ്യും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം എന്നെ കാണുമ്പൊക്കെ പറയും, എന്റെ ആശ്രമമാണ് ഉസ്താദ് ഈ മോൻ, ഈ ഹാഫിദ് എന്റെ ആശ്രമമാണ് എന്ന് പറയും. നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ ഈമാൻ എങ്ങനെയാണ് എന്ന്. അദ്ദേഹത്തിന്റെ ചെറിയ മോൻ 5 വയസ്സുള്ള മോനെ നമ്മുടെ കോളേജിൽ ഹിഫ്ദിൽ ചേർക്കുമെന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിൽതായിൽ എന്തായാലും നിങ്ങൾ കോളേജിൽ ഹിഫ്ദിൽ ചേർക്കണം, ആലിം ഹാഫിദ് ആക്കണം. മൂത്ത മോനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ശരിക്കും കിട്ടിയിട്ടില്ല ഉസ്താദെ. മൂത്ത മോനെ കൊണ്ട് അദ്ദേഹം നമ്മുടെ കോളേജിൽ വരുമായിരുന്നു, ബൈക്കിൽ വരുമായിരുന്നു. ഇവനെ ഖുർആൻ പഠിപ്പിക്കും ഉസ്താദെ, ഇവനെ ഖുർആൻ പഠിപ്പിക്കും. 2020 ഞാൻ വന്നപാട് എപ്പോഴും രാത്രി മഗ്രിബ് വരുമായിരുന്നു അദ്ദേഹം മൂത്ത മോനെയും കൂട്ടിയിട്ട്. പക്ഷെ മൂത്ത മോനെ കിട്ടിയിട്ടില്ല. 2ാമത്തെ മോൻ ഹാഫിദായി, ഇപ്പൊ ആലിമി പഠിക്കാം. നമ്മൾ പറയും എന്താണ് റൗഡിയാണ്, അദ്ദേഹത്തിന്റെ മോൻ ഹാഫിദ ആലിമാകാൻ പോവാൻ. ആ മോൻ ഹാഫിദായി മതിയാകും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ. എന്നാൽ വലിയ നേതാവാണെന്ന് പറയുന്നവർ, വലിയ ദായിയാണെന്ന് പറയുന്നവർ, അവരുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും പഠിക്കുന്നുണ്ടാവും. ആഫിദ് ആലിമാകില്ല. മക്കളെ ആഫിദും ആലിമും ആക്കാത്തവൻ പറയും മറ്റോ റൗഡിയാണ്, റൗഡിയുടെ മോൻ ഹാഫിദ ആലിമാകാൻ പോവാൻ. ആരെയും വിനയിക്കാൻ സാധിക്കില്ല. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം മുവഹിദ, അദ്ദേഹം സലഫിയ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും വിനയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ അമലുകൾ എത്രയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക, നമ്മുടെ ഈമാൻ എങ്ങനെയുണ്ട് നമ്മൾ വിലയിരുത്തുക, നമ്മുടെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്നവരാണോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഇല്ല എങ്കിൽ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുക. ഉണ്ട് എങ്കിൽ അൽഹംദുലില്ലാ, അതിനെ മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത തഖ്വയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവർ മുമ്പ് നന്മ ചെയ്തവരായിരുന്നു എന്ന്. എന്നാൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഉള്ളവർ. അതിൽ നമ്മൾ പെടാതെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്യയിൽ പറഞ്ഞു, അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാർ എന്താണ് നമ്മുടെ അവസ്ഥ? ഇടതുപക്ഷക്കാർ എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നരകത്തിന്റെ ആൾക്കാർ, കാഫിറുകൾ എന്നാണ്. അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാർ, നരകത്തിന്റെ ആൾക്കാർ. മാ അസ്ഹാബു ശിമാൽ,
എന്താണ് അവരുടെ അവസ്ഥ? ഫീ സമൂമിൻ വഹമീം, അവർ സമൂമിലും ഹമീമിലുമാണ്. സമൂം എന്ന് പറഞ്ഞാൽ ചൂട്, ശക്തമായി ചൂടുള്ള തീ, കാറ്റ് ശക്തമായി ചൂടുള്ള കാറ്റിനാണ് സമൂം എന്ന് പറയുക. അത് മേത്തടിച്ചു കഴിഞ്ഞാൽ പൊള്ളിപ്പോകും, കാറ്റാണ് പക്ഷെ പൊള്ളിപ്പോകും. അതിശക്തമായ ചൂടുള്ള കാറ്റിലാണ് അവർ. വഹമീം, ശക്തമായി ചൂടുള്ള വെള്ളത്തിലുമാണ് അവർ. നരകത്തിന്റെ ആൾക്കാരെ കുറിച്ച് പറയാം, അവർ ശക്തമായി ചൂടുള്ള കാറ്റിലും അതിശക്തമായ ചൂട് വെള്ളത്തിലുമാണ് അവർ. കരിമ്പുകയാൽ പുതയപ്പെട്ടവരാണ് അവർ. അവർക്ക് തണലായിട്ടുള്ളത് കരിമ്പുകയാണ്. നരകത്തിന്റെ തീ കത്തി ആളിക്കത്തി ഒട്ടാകെ കരിമ്പുക, പുകബാധിച്ച ചൂടുള്ള പുകയ്ക്ക് കീഴിലാണ് അവർ. അവർ തണൽ കൊള്ളുന്നത് കരിമ്പുകയിലാണ്, ചുട്ടുകൊള്ളുന്ന കരിമ്പുകയിലാണ് അവർ. അവർക്ക് തണുപ്പോ സുഖമോ അവിടെ കിട്ടുകയില്ല. നരകത്തിന്റെ ആൾക്കാരെ കുറിച്ച് അല്ലാഹു പറയാ, എന്താ കാരണം? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. എന്താ പറഞ്ഞത്? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. അതേ പ്രയോഗം അല്ലാഹു പറയാ, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. അവർ മുമ്പ് ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സുഖലോലുപന്മാരായിരുന്നു, ദേഹേശക്കാരായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കില്ല. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. അവർ സുഖലോലുപന്മാരായിരുന്നു, മുത്റഫുകളായിരുന്നു, സുഖലോലുപന്മാരായി ജീവിക്കുന്നവരായിരുന്നു എന്ന്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. അവർ ഭയങ്കരങ്ങളായ കുറ്റം, ഗുരുതരമായ ഒരു ഹറാം കുറ്റത്തിൽ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു. ആ കുറ്റം എന്തെന്ന് മുസ്ലിംകൾ വ്യത്യസ്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ശിർക്കാണെന്ന് പറഞ്ഞവരുണ്ട്, പലിശയിൽ ഏർപ്പെടുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളസത്യം ചെയ്തിട്ട് ഇത്ര വിലയാണ് ഞാൻ ഇങ്ങനെ വാങ്ങുന്നതൊക്കെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യലാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും അൽ ഹിൻസുൽ അലീം എന്ന കുറ്റത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അവർ. വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. അവർ പറയുമായിരുന്നു, നമ്മൾ മരിച്ച് എല്ലും തുരുമ്പുമായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ? അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അഹങ്കാരികളായി, അള്ളാഹുവിന്റെ പേടിയില്ലാതെ തോന്നിവാസികളായി ജീവിച്ചവരായിരുന്നു അവർ, സുഖലോലുപന്മാരായിരുന്നു അവർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കരിമ്പുകയിൽ, ചുട്ടുകൊള്ളുന്ന വെള്ളത്തിൽ, അതിഷ്ണമുള്ള അതിചൂടുള്ള കാറ്റിൽ നരകത്തെ അവർ കഴിഞ്ഞുകൂടാൻ കാരണമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏതിലാണ് പെടുന്നത് എന്ന് നാം വിലയിരുത്തണം. കാനൂ ഖബല ദാലിക മുഹ്സിനീൻ എന്നുള്ള പറഞ്ഞ കൂട്ടത്തിലാണോ, അതല്ല ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ സുഖലോലുപന്മാരുടെ കൂട്ടത്തിലാണ് എന്നുള്ള പറഞ്ഞ കൂട്ടത്തിലാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. ഈമാനുള്ളവർ, തഖ്വയുള്ളവർ, അവർ ഉന്നത ദർജയില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക, ദുനിയാവിയായ ജീവിതത്തിലല്ല. ഉന്നത ദർജകളിൽ ആസ്വദിക്കാൻ നമുക്ക് പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന അഹ്ലൽ ജന്നതി ലയതറാഅന അഹ്ലൽ ഖുർഫി മിൻ ഫൗഖിഹിം. സ്വർഗ്ഗത്തിന്റെ ആൾക്കാർ, സ്വർഗ്ഗത്തിലെ പ്രത്യേക റൂമുകളിലുള്ള ആൾക്കാരെ ഇങ്ങനെ പ്രത്യേകം വെട്ടി നോക്കും. മിൻ ഫൗഖിഹിം, നേരെ നിന്നും. ലിമാ ഇതഫാദു ലിമാ ബൈനഹും. സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, ആ റൂമിൽ പ്രത്യേകം ചിലർക്ക് മാത്രമുള്ളതാണ് ആ റൂം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ഫിൽ ജന്നതി ലഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ. മുൻപ് പറഞ്ഞതാണ് ഈ ഹദീസ്. സ്വർഗ്ഗത്തിൽ ചില റൂമുകളുണ്ട്, ആ റൂം പുറത്തു നോക്കിയാൽ ഉള്ളു കാണും, ഉള്ളു നോക്കിയാൽ പുറത്തുനിന്ന് കാണും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള റൂമിലുള്ള ആൾക്കാർ, സ്വർഗത്തിന്റെ താഴെ ദർജയിലുള്ള ആൾക്കാർ മേലേക്ക് നോക്കും ഈ പ്രത്യേക റൂമിലുള്ളവരെ കുറിച്ച്. ആ റൂമിൽ ആരാണ് കിടക്കുക? റസൂൽ പറഞ്ഞത്, നല്ല സംസാരം സംസാരിക്കുന്നവൻ, മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നവൻ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ, അവർക്കുള്ളതാണ് എന്ന് പറയുന്നത് ധാരാളം വ്യക്തികൾ റസൂൽ എഴുതുന്നുണ്ട് പല ഹദീസുകളിലായി. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, ആ ഉറഫിലുള്ളവർ, ഉന്നത ദർജയിലുള്ളവർ അമ്പിയാക്കന്മാരായിരിക്കും അല്ലേ? വേറെ ആർക്കും കിടാൻ പറ്റുന്നതായിരിക്കും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എന്റെ ആത്മാവ് ആനകയിലാണ്, അവൻ തന്നെ സത്യം. ആരാണോ അള്ളാഹുവിനെ അംഗീകരിക്കുകയും പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത്, അവർക്കെല്ലാം ആ സ്വർഗ്ഗത്തിന്റെ റൂം കിട്ടുമെന്നാണ്. അതേ മുഅ്മിനീങ്ങളെ, അങ്ങനെ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു വല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയം നിറയെ ഈമാൻ നിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ദീനി നിഷ്ഠയുള്ള വ്യക്തികളാകാൻ, തഖ്വയുള്ളവരാകാൻ, റമദാനിൽ നേടിയെടുത്ത തഖ്വയെ തുടർത്താൻ, അടുത്ത റമദാൻ വരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം.
നമ്മൾ എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്കറിയുകയില്ല, ഏതവസ്ഥയിലാണ് മരണപ്പെടുക എന്ന് നമുക്കറിയുകയില്ല. ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ദീനിയായി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നേടിയ തഖ്വയെ മുറുകെ പിടിക്കുക, തൗഹീദുള്ളവരാകുക, സുന്നത്തുള്ളവരാകുക, അഖീദ പഠിക്കുക, മൻഹജ് പഠിക്കുക, എന്നിട്ട് ദീനനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين.